ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്നുള്ളൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. അപ്പോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്, അതിന്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ. ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റ, അതായത് നമുക്ക് ഡേറ്റ ഉണ്ടായാലേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ നമുക്ക് ഏതൊക്കെ രീതിയിൽ കളക്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു ദ തേർഡ് ചാപ്റ്റർ, നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നമുക്ക് കിട്ടിയ ഡേറ്റ എങ്ങനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ രണ്ട് ചാപ്റ്ററും കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോകാം. തേർഡ് ചാപ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കാൻ പോകുന്നത് ഡേറ്റ എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ തേർഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ഒരു ചാപ്റ്ററും കൂടെ മതിയാവും നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിലേക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതൊക്കെ പഠിക്കുന്നതിന് മുൻപ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ പഠിക്കുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്താന്ന് വെച്ചാൽ എന്താണ് ഈ റോ ഡേറ്റ എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കണം. എന്താണ് റോ ഡേറ്റ? നിങ്ങൾക്കറിയാം, റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പച്ചയായ അല്ലെ, പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാത്ത എന്തിനെ നമ്മൾ റോ മീറ്റ് എന്നൊക്കെ പറയില്ലേ, പച്ച ഇറച്ചി എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായ എന്നുള്ളതാണ് അല്ലെ, പ്രത്യേകിച്ച് നമ്മളൊന്നും ആഡ് ചെയ്യാത്ത കാര്യങ്ങളെയാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂ വഴിയോ ടെലിഫോണിക് ഇന്റർവ്യൂ വഴിയോ ക്വസ്റ്റ്യനെയർ കൊടുത്തോ ഒക്കെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ആ ഡേറ്റ പച്ചയായ ഡേറ്റയാണ്, അതിനകത്ത് നമ്മളൊന്നും തൊട്ടിട്ടില്ല, അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടില്ല, അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ഡേറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺക്ലാസിഫൈഡ് ഡേറ്റ ആയിട്ടുള്ള അത്തരത്തിലുള്ള ഡേറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, റോ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആണ്. റോ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പച്ചയായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഡേറ്റ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ ക്ലാസിഫൈ ചെയ്യാത്ത ഡേറ്റ അല്ലെങ്കിൽ ഒറിജിനൽ ഫോമിലുള്ള ആ ഡേറ്റയാണ് നമ്മൾ റോ ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ഡേറ്റയെ നമുക്ക് റോ ഡേറ്റ എന്ന് പറയാം. അപ്പൊ ഈ റോ ഡേറ്റ എടുത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചില ബേസുകളിൽ, അതായത് ചില ക്രൈറ്റീരിയയുടെ ബേസിസിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്യുകയാണ് അല്ലെ ക്ലാസ്സുകളായിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റോ ഡേറ്റ ഉണ്ടെങ്കിൽ ആ റോ ഡേറ്റയെ നമ്മൾ പല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംപ്ലി എന്തെന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ പേരിനകത്ത് തന്നെ ഉണ്ട്. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നിട്ട് നിങ്ങളില് സയൻസ് ഇഷ്ടമുള്ള കുട്ടികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ എക്കണോമിക്സ് ഇഷ്ടമുള്ള കുട്ടികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്ററി ഇഷ്ടമുള്ള കുട്ടികൾ ആരൊക്കെയാണെന്നും പറഞ്ഞിട്ട് വെറുതെ നിങ്ങളുടെ ഹൈസ്കൂൾ ലെവലിലോ വല്ലതും വന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ നോക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പം നിങ്ങളെ ഓൺ ദ ബേസിസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിന്റെ ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അവിടെ പലതായിട്ട് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ റോ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫോമിലുള്ള ഡേറ്റയാണ്.
ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനെ പ്രോപ്പർ ആയിട്ട് അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ, ഓർഗനൈസേഷൻ ഇതെല്ലാം നമുക്ക് ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എല്ലാത്തിനെയും ഒരു സ്പെഷ്യൽ ക്രൈറ്റീരിയയുടെ കീഴിൽ കൊണ്ടുവന്ന് നമുക്ക് അതിനെ നിർത്താം. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ എന്താണ് റോ ഡേറ്റ, എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതായത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു റോ ഡേറ്റയെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പല രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡേറ്റ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് പലതായിട്ട് ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ പലതാണ് ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നിങ്ങനെ 4 രീതിയിൽ നമുക്ക് ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്റെ കൂടെ ഒന്ന് പറയുക: ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇതില് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾക്കറിയാം. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കും കാണിക്കുന്നത്, അല്ലെ? നമ്മുടെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആട്രിബ്യൂട്ട് ആയിരിക്കും, അല്ലെ? നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കാണിക്കുന്നത്, ക്വാളിറ്റി ആയിരിക്കും കാണിക്കുന്നത്. അതിനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ആയിരിക്കും, അല്ലെ? നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്ന, അത് നമ്മൾ വ്യക്തമായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റയിൽ പഠിച്ചതാണ്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നമുക്ക് ആ ഓർഡറിൽ തന്നെ പഠിക്കാം. അപ്പം ഡേറ്റയെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്രോണോളജി? നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ക്രോണോളജി, അല്ലെ? ക്രോണോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഭവത്തെ, ഇപ്പൊ നിങ്ങൾ ജനിച്ച വർഷം ഒരു 2001 2 ഒക്കെ ആണെന്ന് വിചാരിക്കുക. 2000-ലാണ് നിങ്ങൾ ജനിച്ചതെന്ന് വിചാരിക്കുക. അപ്പോ ഈ 2000-ൽ നിങ്ങൾ ജനിച്ചു, അത് കഴിഞ്ഞിട്ട് 2006 ആയപ്പോഴത്തേക്കും നിങ്ങൾ 1-ൽ ചേർന്നു, 2015 ആയപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലായി, 2017 ആയപ്പോൾ നിങ്ങൾ 12th കഴിഞ്ഞു. ഇങ്ങനെ ഒരു ക്രോണോളജിയിലാണ് ഇത് വരുന്നത്, അല്ലെ? ഒരു അടുക്കും ചിട്ടയിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഗണനാക്രമം എന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ ഒരു കാലഗണനാക്രമത്തിന് നമ്മൾ ഡേറ്റ അറേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അസെൻഡിങ് അല്ലെ ഡിസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും: 1 2 3 4. ഇത് അസെൻഡിങ് ആണ്, അല്ലെ? ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോവാണ്. അതിനെയാണ് നമ്മൾ അസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ. അസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏണി കേറി പോവാണ്, കൂടി വരികയാണ്. അതിനെയാണ് നമ്മൾ അസെൻഡിങ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഏണി ഞാൻ തിരിച്ചിറങ്ങിയാലോ, 4 3 2 1 ഇങ്ങനെ ഞാൻ തിരിച്ചിറങ്ങിയാലോ, അതെന്താ? അത് ഡിസെൻഡിങ് ആണ്. ഓക്കെ, അപ്പൊ അസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്നതാണ്. അസെൻഡ് ചെയ്യുക, മുകളിലേക്ക് കയറുക, കൂടി വരിക. ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ കുറഞ്ഞു വരിക. അപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റയെ നിങ്ങൾ ഒരു കാലഗണനാക്രമത്തില് ഒന്നെങ്കിൽ ആ വർഷത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മാസത്തിലോ ആഴ്ചയിലോ ദിവസത്തിലോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ കാലഗണനാക്രമത്തിൽ അറേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്പേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ ഈ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, സ്പേഷ്യൽ ഡേറ്റ. സ്പേഷ്യൽ ഡേറ്റ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന്റെ, അവിടുത്തെ സംസ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റികളുടെ, ഡിസ്ട്രിക്റ്റുകളുടെ, ഇതിന്റെയൊക്കെ ബേസിസിൽ നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്പേഷ്യൽ ഡേറ്റ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? സ്പേഷ്യൽ ഡേറ്റ എന്ന് വിളിക്കാം. അപ്പൊ സ്പേഷ്യൽ ഡേറ്റ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജോഗ്രഫിക്കൽ ലൊക്കേഷന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ, അല്ലെങ്കിൽ കേരളത്തിലെ കൊല്ലം എന്ന് പറയുന്ന ജില്ല, അല്ലെ പാലക്കാട് എന്ന് പറയുന്ന ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡേറ്റ,
ആ പാലക്കാട് തന്നെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഡേറ്റ. ഇങ്ങനെ നമുക്ക് ഡേറ്റകളെ ഇപ്പൊ സ്ഥലങ്ങളുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ ആണ്. സെക്കൻഡ് വൺ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. തേർഡ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഒരു വ്യക്തിയുടെ ആട്രിബ്യൂട്ട്സ് ക്വാളിറ്റികളായിരിക്കും. ആട്രിബ്യൂട്ട് എന്ന് കേൾക്കുമ്പോൾ ഒന്നും പേടിക്കണ്ട കേട്ടോ. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ക്വാളിറ്റികൾ വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ നാഷണാലിറ്റി, ലിറ്ററസി, നമ്മുടെ റിലീജിയൻ, ജെൻഡർ, ചിലപ്പം നമുക്ക് എക്സാമിനെ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മുടെ കയ്യിലേക്ക് ലിറ്ററസി, റിലീജിയൻ, ജെൻഡർ, ഹൈറ്റും തന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ ഏതായിരിക്കും ഇതിനകത്ത് ഓഡ് വൺ ചെയ്യുന്നത്? ഉറപ്പായിട്ടും ഹൈറ്റ് ആയിരിക്കും അല്ലെ. ലിറ്ററസിയും റിലീജിയനും ജെൻഡറും ഒന്നും ഇപ്പം അവന് 10 ലിറ്ററസി ഉള്ളടാ, അല്ലെ അവന് 10 റിലീജിയൻ ഉണ്ടടാ, അല്ലെ അവന് 10 ജെൻഡർ ഉണ്ടടാ, അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതൊക്കെ ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെയെല്ലാം നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ. എങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്താണെന്ന് നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരും. എന്തായിരിക്കും? ഹൈറ്റ്, വെയിറ്റ്, ഏജ്, ഇൻകം, അല്ലെ, സ്റ്റുഡൻസിന്റെ മാർക്സ്, ഇങ്ങനത്തുള്ള നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 4 ക്ലാസിഫിക്കേഷൻ, 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്നുള്ള രീതിക്ക് തന്നെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ പഠിച്ചു വെച്ചിരിക്കുക. First of all, chronological classification. Second one, spatial classification. Third one, qualitative classification. And fourth one, quantitative classification. ഇതില് ക്രോണോളജിക്കൽ എന്ന് പറയുമ്പോൾ ആ ഡേറ്റ് അല്ലെ ടൈമിന്റെ ബേസിസിലുള്ളതാണെന്നുള്ള കാര്യം ഓർക്കുക. സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്, സ്ഥലത്തിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകണം. അപ്പൊ നമ്മള് ഈ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കോൺസെപ്റ്റ് ആണ് എന്താണ് വേരിയബിൾ എന്നുള്ളത്. ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ ആണ് അല്ലെ, മാറിക്കൊണ്ടിരിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത് അല്ലെ, വേരിയബിൾസ്. അപ്പൊ ഈ വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഫസ്റ്റ് കണ്ടിന്യൂസും രണ്ടാമത്തത് ഡിസ്ക്രീറ്റും. പേരൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട കേട്ടോ, ഒന്നും ഇല്ല ഇത്. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്. അപ്പൊ ഈ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേടേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി പോകുന്നതാണ് അല്ലെ. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും അതിനകത്ത് എടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ള വാല്യൂകൾ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ പറയില്ലേ, 1/2, 2/3, 3/4 അങ്ങനെ പറയത്തില്ലേ. അപ്പൊ അങ്ങനത്തെ ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് വേരിയബിളിൽ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റികളൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ വേരിയബിൾസ് തന്നിട്ട് അതിനകത്ത് കണ്ടിന്യൂസ് ഏതാണ്, ഡിസ്ക്രീറ്റ് ഏതാണെന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. അപ്പോ ശ്രദ്ധിച്ചിരിക്കുക. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാതൊന്നും പഠിക്കരുത്. നിങ്ങൾ ആ പേര് നോക്കിക്കേ, കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആണ് അല്ലെ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എടുക്കാം. ഇപ്പൊ എന്റെ ഹൈറ്റ് 165.5 ആണെന്ന് ഇരിക്കട്ടെ, 165.5 എന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് എടുത്തൂടെ? അതെന്റെ ഹൈറ്റ് ആയിക്കൂടെ? ആവാതിരിക്കാൻ പോസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ, ആവാ അല്ലെ. അതുപോലെ എനിക്ക് 50 എന്ന് പറയണ്ട, എനിക്ക് 55 കിലോ വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ലേ? ഇനി നിങ്ങൾക്ക് സ്കൂളിൽ മാർക്സ് തരുന്നു, നിങ്ങൾക്ക് 20ൽ 10.5 അല്ലെങ്കിൽ 20ൽ 19.5, ഇതൊക്കെ പോസിബിൾ അല്ലേ? അപ്പൊ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും അതിന്റെ കീഴിൽ എടുക്കാം. അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന വേരിയബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
കണ്ടിന്യൂസ് വേരിയബിൾ. ഓക്കെ, കണ്ടിന്യൂസ് വേരിയബിൾ. അത് ഈ പറയുന്ന പോലെ ഇന്റഗ്രൽ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കാം. അതായത് 1 2 3 4 5 6 അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ ആവാം. 1/2, 2/3, 3/4, എന്താണ് 5/2 അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. ഇനി ഫ്രാക്ഷൻ അല്ലാത്തതും ആവാം. ഓക്കെ, 2.5 3.5 എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ അതിനാണ്ട് എക്സാമ്പിളുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കണം. നമ്മൾ ഈ പറയുന്നത് പോലെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ നമ്മുടെ മാർക്സ്, ഇതെല്ലാം ഈ കണ്ടിന്യൂസ് വേരിയബിൾസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ? ഹൈറ്റും വെയിറ്റും മാർക്സും ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ വേരിയബിൾസിൽ കണ്ടിന്യൂസ് വേരിയബിളും ഉണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിളും ഉണ്ട്. അതിൽ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എടുക്കാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അവിടെ നമുക്ക് ഏത് ന്യൂമറിക്കൽ വാല്യൂ വേണമെങ്കിലും എടുക്കാം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ? ഒരിക്കലും അല്ല. അതിന് ചില പ്രത്യേക മൂല്യം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ചില പ്രത്യേക വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഫൈനൈറ്റ് ജമ്പ് എന്നൊന്നും കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ, ഇത്രയും കാര്യം ഓർത്താൽ മതി. only certain values. അതായത് ഏത് മൂല്യം വേണമെങ്കിലും എടുക്കാവോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ഡിസ്ക്രീറ്റ് ആണ്. ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരൊറ്റ വാല്യൂവേ നിങ്ങൾക്ക് അതിന് എടുക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടടേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാ, ഞങ്ങളുടെ വീട്ടില് ഒരു കുഞ്ഞുവാവയും 5 പേരും ചേർത്ത് 5.5 ആൾക്കാരാണ് ഉള്ളത് എന്ന് നിങ്ങൾ പറയുവോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എത്ര ബുക്സ് ഉണ്ട്? അത് എന്റെ കയ്യിൽ 2.5 ബുക്സ് ഉണ്ട്, അങ്ങനെ നിങ്ങൾ പറയുവോ? ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഞങ്ങളുടെ ക്ലാസ്സിൽ 30 പിള്ളേരുണ്ട്, ഇങ്ങനെ നിങ്ങൾ പറയുവോ? ഇല്ല. അപ്പം ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു certain വാല്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ അരയോ മുക്കാലോ ഒന്നും ചേർത്തിട്ട് പറയത്തില്ല. ഓക്കെ, അവിടെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടേ? അപ്പൊ നിങ്ങൾ പറയാണ് 27 സ്റ്റേറ്റ്. അത് എന്ത് സ്റ്റേറ്റാ? അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ല കേട്ടോ. 28 സ്റ്റേറ്റ്സ് എന്ന് നിങ്ങൾ പെർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയും. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ലൈബ്രറിയിൽ എത്ര ബുക്സ് ഉണ്ട്, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്, നിങ്ങളുടെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പിള്ളേർ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഏത് വാല്യൂവും നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിളിനകത്ത് കൊടുക്കാം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണ്. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. നിങ്ങൾക്ക് ഏത് ന്യൂമറിക്കൽ വാല്യൂവും അതിനകത്ത് എടുക്കാം. അത് ഫ്രാക്ഷൻ ആവാം, നമ്പർ ആവാം, ഫ്രാക്ഷൻ അല്ലാത്ത നമ്പേഴ്സ് ആവാം, ഡെസിമൽസ് ആവാം, എനിത്തിങ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഹൈറ്റും വെയിറ്റും മാർക്കും ഒക്കെ ഓർത്താൽ മതി. എന്നാൽ ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു സ്പെഷ്യൽ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ മാത്രമേ പറ്റുള്ളൂ. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മള് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാൻ പോവാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഇരിക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഒക്കെ വരാൻ പറ്റുന്ന ഒരു മേഖല ആയതുകൊണ്ട് അത്യാവശ്യം അറ്റൻഷൻ കൊടുത്ത് തന്നെ ഇരിക്കണേ. ഓക്കെ, നമ്മള് ഇനി ഫ്രീക്വൻസിയിലേക്കൊക്കെ കടക്കാൻ പോവാണ്. ഫ്രീക്വൻസി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നതെന്നൊന്നും വിചാരിക്കരുത്. ഫിസിക്സ് ഒന്നും അല്ല കേട്ടോ. നമ്മള് കുറച്ച് ടേംസ് ഒക്കെ പരിചയപ്പെടും. ടേംസ് ഒന്നും കേട്ടിട്ട് പേടിക്കരുത്. നമുക്ക് ക്വസ്റ്റ്യൻസ്, ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ടിലായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോ നമ്മള് ഫ്രീക്വൻസി അറേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റയിൽ ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചത് റോ ഡേറ്റയെ പറ്റിയിട്ടാണ്. റോ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫോമിലുള്ള ഡേറ്റയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ആ ഓർഗനൈസേഷനും അറേഞ്ചിങ്ങും എല്ലാം കൂടെ നമ്മൾ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയയുടെ ബേസിൽ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഡേറ്റ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ക്രൊണോളജിക്കൽ ഉണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ടൈം ആണ് അല്ലെ. അതായത് ടൈം, ഇപ്പം വർഷങ്ങള്, ഇപ്പം 2015, 16, 17, 18 അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ.
വീക്ക് അല്ലെ, ഓരോ വീക്ക്, ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സ്പാഷ്യൽ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ ഏരിയ എന്ന് ഓർത്തോണം, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓർത്തോണം, കൺട്രി ആയിട്ട്, സ്റ്റേറ്റ് ആയിട്ട്, സിറ്റീസ് ആയിട്ട്, ഡിസ്ട്രിക്ട് ആയിട്ടൊക്കെ തിരിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഇനി ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വേരിയബിൾസ് ടു ടൈപ്സ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, എക്സാമ്പിൾ ഹൈറ്റ്, വെയിറ്റ്, മാർക്ക്. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ. അപ്പൊ അത്ര ഇരിക്കട്ടെ. നമുക്ക് അറേ ഫ്രീക്വൻസി ടേബിൾ ഒക്കെ പഠിക്കണം. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. താങ്ക് യു. ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.